ബസ്സിൽ ആദ്യമായാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അതും 5 ബസ്സുകൾ മാറി കയറിയൊരു യാത്ര. ആദ്യത്തെ ബസ് എൻ്റെ നാടായ പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക്. വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി കയറി 8 മണിയോടുകൂടി പാലക്കാടെത്തി. പാലക്കാട്ട് നിന്ന് സേലത്തേക്കാണ് അടുത്തത്. ആ ബസ് 9:30ക്കാണ് എത്തേണ്ടത്. പക്ഷേ എത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി 2 മണിക്കാണ് സേലത്ത് ചെന്നെത്തിയത്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. സേലത്തെത്തിയത് പുലർച്ചെ ആയതിനാൽ തന്നെ അവിടെ ഒരു റൂം എടുത്തു. രാവിലെ റൂം വെക്കേറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്തമാണിത്. ഒരുപാട് നടക്കേണ്ടി വന്നു. നടന്നങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറി. അടുത്ത ബസ് കൃഷ്ണഗിരിക്കാണ് കയറിയത്. സേലത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ഹൈവേയിലുള്ളൊരു സ്ഥലമാണ് കൃഷ്ണഗിരി. അതിനിടയിൽ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. അങ്ങനെ ബസ് കിട്ടി, യാത്ര പുറപ്പെട്ടു. ശേഷം കൃഷ്ണഗിരിയിലേക്ക് ബസ് കയറി. 4ാമത്തെ ബസ്സായിരുന്നു കൃഷ്ണഗിരിയിലേക്ക് ഈ യാത്രയിലെ. കൃഷ്ണഗിരി സ്റ്റാൻഡിൽ നിന്ന് കണ്ട കാഴ്ചകളാണിത്. കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് എന്നറിയില്ല. അവിടെ നിന്ന് അടുത്ത ബസ് ചെന്നൈയിലേക്ക്. കൃഷ്ണഗിരി ചെന്നാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള ബസ്സുകൾ ഉൾപ്പെടെ ചെന്നൈയിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടുമെന്ന് ഒരു ഓട്ടോക്കാരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലേക്ക് പോയത്. അങ്ങനെ രാത്രി 9 മണിയോടുകൂടി ചെന്നൈയിലെത്തി. ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് ചെന്ന് നിർത്തിയത്. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് അടുത്ത ദിവസം കാരപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ്. അതിനുവേണ്ടി ഇറങ്ങി ബസ് കയറി വീണ്ടും യാത്ര തുടരുകയാണ്. ഇതിൻ്റെ 6ാമത്തെ ബസ്സാണ് ഈ യാത്രയിലെ. പക്ഷേ ചെന്നൈയിലെത്താൻ 5 ബസ്സുകളാണ് വേണ്ടി വന്നത്. ചെന്നൈയിൽ നിന്ന് കാരപ്പാക്കത്തേക്ക് 6ാമത്തെ ബസ്സും. ആ യാത്രയിലിടയിൽ കണ്ടതാണ്. ബസ്സിലിരുന്ന് ഒരാൾ ജോലി ചെയ്യുന്നു. ചെന്നൈയിലെ ബ്ലോക്ക് കൊണ്ട് എത്താൻ വഴുകുമെന്നുള്ളത് കൊണ്ടാണോ അതോ ജോലിയോടുള്ള ആത്മാർത്ഥതയോ ജോലിയിലുള്ള പ്രഷർ കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന് ഒരു തലചുറ്റൽ. കണ്ട ഉടനെ ബസ്സിൻ്റെ കണ്ടക്ടർ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് ഒഴിഞ്ഞു തന്നു. അവളെ ഇരുത്തി. ശേഷം തൊട്ടടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ അടുത്തുള്ള കടയിൽ പോയി മിഠായി വാങ്ങിക്കൊടുന്നു തന്നു. നല്ല മനുഷ്യൻ. അങ്ങനെ ബസ് ഇറങ്ങി എനിക്ക് പോകേണ്ടതിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു. കണ്ടില്ലേ, റോങ് സൈഡാണ് ഓട്ടോ പോകുന്നത്. തമിഴ്നാട്ടിൽ റോഡ് നിയമങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്